മാറ്റം പെട്ടെന്നുണ്ടായത് 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പരമ്പരാഗത ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കേരളത്തിൽ അവസാനിച്ചു. അപ്പോൾ വി ഡി സതീശനും കെ സുധാകരനും ഒരാൾ നിയമസഭാകക്ഷി നേതാവും ഒരാൾ KPCC അധ്യക്ഷനായതുകൊണ്ട് തന്നെ പരമ്പരാഗത ഗ്രൂപ്പുകളിലെ ആ സ്വാധീനം അസ്തമിച്ചു. പിന്നെ ഉമ്മൻചാണ്ടി അന്തരിക്കുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ വി ഡി സതീശൻ ഒരു കേരളത്തിലെ കോൺഗ്രസിൽ ഒരു വളരെ ശക്തിശാലിയായി തീരുന്നു എന്നുള്ളൊരു ഭയമോ അല്ലെങ്കിൽ ഭയത്തോടു കൂടി ഒരു യാഥാർത്ഥ്യം മറ്റ് നേതാക്കൾക്ക് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അത് കെ സുധാകരനാണ് ആദ്യം ആ ഒരു ഫീലിംഗ് ഉണ്ടായതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ വലിയൊരു വിടവ്, ഒരു അകൽച്ച ഉണ്ടാവണം. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ്റെ തന്ത്രം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിൽ ജനങ്ങളുമായിട്ട് അടുപ്പമുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരായ നേതാക്കളെ തൻ്റെ ഒപ്പം നിർത്തുക എന്നുള്ളൊരു തന്ത്രമാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ പരമ്പരാഗതമായിട്ട് A ഗ്രൂപ്പ് I ഗ്രൂപ്പ് എന്നുള്ള ആ ഒരു സ്ഥാനത്തിൽ അദ്ദേഹം പൊളിച്ചു കളഞ്ഞിട്ട് ഏറ്റവും മികച്ചതും ഏറ്റവും കൊള്ളാവുന്നവരായ ചെറുപ്പക്കാരെ തൻ്റെ കൂടെ നിർത്തിയിട്ട് അതിനെ ഒരു വലിയൊരു രാഷ്ട്രീയ സംവിധാനമായിട്ട് വളർത്തുക. പണ്ട് AK ആൻ്റണി 70കളിൽ ചെയ്ത പോലെ അങ്ങനെ പാർട്ടി പിടിച്ചെടുക്കുക എന്നുള്ളൊരു തന്ത്രമാണ് വി ഡി സതീശൻ കൈക്കൊണ്ട്. 70കളിൽ AK ആൻ്റണി ഇങ്ങനെയായിരുന്നു. വയലാർ രവി, ഉമ്മൻചാണ്ടി, VM സുധീരൻ ഇത്തരം ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് പാർട്ടി അക്ഷരത്തിൽ അദ്ദേഹം പിടിച്ചെടുത്തു. അതുപോലെ തന്നെ ഒരു പാർട്ടിയെ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ നടത്തിയതെന്നാണ് അദ്ദേഹത്തെ എതിർക്കുന്നവർ വാദിക്കുന്നത്. ഒരു വർഷത്തിൽ അത് ശരിയാണ് താനും. കാരണം അദ്ദേഹം പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഒരാളെ വയ്ക്കുകയാണെങ്കിൽ അത് A ആണോ I ആണോ എന്ന് നോക്കണ്ട, കൊള്ളാവുന്ന ഒരാളെ വെച്ചാൽ മതി. കൊള്ളാവുന്ന ഒരാൾ വയ്ക്കുമ്പോൾ അവൻ എൻ്റെ ഒപ്പം നിന്നോളൂ എന്നൊരു ആത്മവിശ്വാസം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരുത്തം കൊള്ളാവുന്ന ആളാണെങ്കിൽ അയാൾ എൻ്റെ ഒപ്പം നിൽക്കുന്നുള്ള ആത്മവിശ്വാസമായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ സതീശനെ പോലെ തന്നെ കരുത്തരായ ആളുകളായിരുന്നു സതീശനെ എതിർക്കുന്നവർ. അതിൽ പ്രധാനപ്പെട്ട ആൾ കെ സുധാകരൻ തന്നെയായിരുന്നു. പിന്നെ രമേശ് ചെന്നിത്തല. അതിലെല്ലാം ഉപരി ഹൈക്കമാൻഡിൻ്റെ ഭാഗം അല്ലെങ്കിൽ കേരളത്തിലെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന KC വേണുഗോപാൽ. KC വേണുഗോപാൽ വളരെ തന്ത്രപരമായിട്ടാണ് രമേശ് ചെന്നിത്തലയെ മാറ്റി വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് കൊണ്ടുവന്നതും കെ സുധാകരനെ KPCC പ്രസിഡന്റായിട്ട് പ്രതിഷ്ഠിച്ചെങ്കിലും മറ്റ് ചില ഉദ്ദേശങ്ങൾ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ വി ഡി സതീശനും കെ സുധാകരനും തൻ്റെ ചൊൽപ്പടിക്ക് നിന്ന് പെർഫോം ചെയ്യുക, അതിനപ്പുറത്തേക്കൊരു പെർഫോമൻസ് വേണ്ട എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. കാരണം അദ്ദേഹത്തിൻ്റെ കേരളത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ നന്നായിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കാൻ കഴിഞ്ഞാൽ അപ്പുറത്തേക്കുള്ള പൊളിറ്റിക്കൽ അംബിഷൻ ഉള്ള ആളാണ് KC വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ താല്പര്യം കേരളം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് ഭദ്രമാക്കാൻ വേണ്ടി സ്വന്തമായൊരു സംവിധാനം കോൺഗ്രസിൽ കെട്ടിപ്പടുക്കുകയും പല യുവ നേതാക്കളെയും തനിക്കൊപ്പം നിർത്തുകയും ചെയ്തു. ഷാഫി പറമ്പിൽ, PC വിശ്വനാഥ്, രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സംഭവിച്ചത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആഗ്രഹം അവിടെ K മുരളീധരൻ മത്സരിക്കണം എന്നായിരുന്നു. അത് KC വേണുഗോപാലിനും കെ സുധാകരനും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കുമെല്ലാം അവിടെ K മുരളീധരൻ മത്സരിക്കണം എന്നാണ് ആഗ്രഹം. അവിടെയുള്ള പാലക്കാടുള്ള നേതാക്കൾക്കും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ തന്ത്രപരമായ നീക്കത്തിലൂടെ, കാരണം അവിടെ ഷാഫി പറമ്പിലാണല്ലോ നേരത്തെ ജയിച്ചത്. അപ്പോൾ ഷാഫി പറമ്പിൽ എപ്പോഴും ഒരു സേ ഉണ്ടാവും. അദ്ദേഹം മാറിയതുകൊണ്ട് അവിടെ ആര് വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു റെഫറൻസ് ഉണ്ടെങ്കിലാണ് അവരൊരാളെ വയ്ക്കുകയുള്ളൂ. അപ്പോൾ ഷാഫിയെ കൊണ്ട് ഇദ്ദേഹം പറയിച്ചു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഷാഫി പറഞ്ഞു അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ അയാളെ വിജയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ ഷാഫിയുടെ ആ വാദത്തെ വളരെ ശക്തിയായിട്ട് സതീശൻ പിന്തുണച്ചുകൂടെ തന്നെ ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായോ ഈ പറഞ്ഞ 20,000 വോട്ടിനടുത്ത് ജയിക്കുകയും ചെയ്തു. ഇതോടെയാണ് KC വേണുഗോപാലിനും മറ്റു നേതാക്കൾക്കും ഒരു കാര്യം മനസ്സിലായത്, സതീശൻ കേരളത്തിലെ കോൺഗ്രസിൽ നമ്മൾ ഉദ്ദേശിക്കാൾ വേഗത്തിൽ വളർന്നു പോകുന്നു, കുറച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടി അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെയാണ് അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ഡ്രോബാക്സിൽ അന്വേഷിച്ചു. ഈ ഡ്രോബാക്ക് അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ഈ സാമുദായിക സംഘടനകളിലെ പിന്തുണ സതീശനില്ല എന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഏതാണോ നമ്മളുടെ ഡ്രോബാക്ക് അല്ലെങ്കിൽ അത് വെച്ച് മറ്റൊരാളെ വെട്ടുക എന്നുള്ള രാഷ്ട്രീയത്തിൻ്റെ സ്വാഭാവിക ശൈലിയാണല്ലോ. അപ്പോൾ KC വേണുഗോപാൽ, ഞാൻ അറിയുന്നത് രമേശ് ചെന്നിത്തലയെ ഒരു പക്ഷേ മന്നം ജയന്തിക്ക് വിളിച്ചത് പോലും KC വേണുഗോപാലിൻ്റെ കൂടെ ഒരു സമ്മതം വാങ്ങിയിട്ടാണ് സുകുമാരൻ നായർ എന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സതീശനെ അപ്പുറത്ത് നിർത്തുക എന്നുള്ളത് അത്യന്തികമായിട്ട് KC വേണുഗോപാലിൻ്റെ ഒരു തന്ത്രം തന്നെയായിരുന്നു. അത് വി ഡി സതീശനും കെ സുധാകരനും നമ്മൾ ആ റിഫ്റ്റ് വളർന്നു വരേണ്ടതും ഈ പറയുന്ന ഒരു തന്ത്രജ്ഞനായ KC വേണുഗോപാലിൻ്റെ ആവശ്യമായിരുന്നു എന്നാണ് അതിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ സതീശനെ സർവശക്തനാകാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് ആ ഒരു ഫോർമുലയിൽ മറ്റ് നേതാക്കൾ, ശക്തരായ മറ്റ് സീനിയർ നേതാക്കൾ കേന്ദ്രീകരിച്ചതോടെയാണ് ഇപ്പോൾ കാണുന്ന ഈ വിഷയങ്ങളെല്ലാം കേരളത്തിലെ കോൺഗ്രസിലുണ്ടായത്.